ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 2024 എന്ന് പറഞ്ഞൊരു വർഷം SSC ആയാലും RRB ആയാലും നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ജോലി അവസരങ്ങളാണ് തുറന്നു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വർഷം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഒരു ജോലി എന്ന് പറഞ്ഞൊരു സ്വപ്നം നിങ്ങൾക്ക് ഉറപ്പായിട്ട് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഉടനെ വരാൻ പോകുന്ന ഒരു എക്സാമാണ് 10th ക്വാളിഫൈ ആയി നിൽക്കുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് SSC MTS എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് MTS എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ ഓൺ MTS ആണ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ SSC MTS അറിയേണ്ടതെല്ലാം നിങ്ങളുടെ സംശയം MTSനെ കുറിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങളും ഇന്നിവിടെ തീരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, SSC MTS എന്താണെന്നാണ് നമ്മളപ്പോൾ ആദ്യമായിട്ട് പറയേണ്ടത്. അപ്പോൾ MTSന്റെ കീഴിൽ 2 പോസ്റ്റുകളാണ് വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ്. MTS എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് ആൻഡ് നോൺ ടെക്നിക്കൽ പോസ്റ്റ് ആയിട്ടാണ് അതിനെ പറയുന്നത്. ഒരു നോൺ ടെക്നിക്കൽ പോസ്റ്റ് ആയിട്ടാണ് നമ്മൾ MTSനെ ഇവിടെ പറയുന്നത്, നോൺ ടെക്നിക്കൽ പോസ്റ്റ്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഹവൽദാർ എന്ന് പറഞ്ഞൊരു പോസ്റ്റും കൂടെ വരുന്നത്. ഹവൽദാർ പോസ്റ്റ് എവിടെയൊക്കെയാണ്? CBIC ആൻഡ് CBN ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് നമുക്ക് ആ ഒരു പോസ്റ്റിങ് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് കണ്ടന്റിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് MTS ഹവൽദാറിൻ്റെ പോസ്റ്റുകളാണ്. എവിടേക്കെന്ന് നമ്മൾ പറഞ്ഞു? CBICയിലും CBNലും ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. CBICയിലും CBNലും ആണെന്ന് നമ്മൾ പറഞ്ഞു. CBIC എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് കസ്റ്റംസും ഇൻഡയറക്റ്റ് ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റിലുമാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിംഗ് വരുന്നത്, ഹവൽദാറിന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് വരുന്നത്. പിന്നെ വരുന്നത് CBN എന്ന് പറയുന്നതിന്റെ കീഴിലാണ്. CBN എന്ന് പറയുന്നത് നമ്മുടെ നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നർക്കോട്ടിക്സിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഹവൽദാർ പോസ്റ്റിലേക്കാണ് MTS ഒരു നമ്മുടെ വാക്കൻസീസ് വിളിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നതാണ് ഹവൽദാറിൻ്റെ കാര്യം പറയുന്നത്. 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് പറയുന്നത്, CBICയും CBNും. നമ്മളിപ്പോൾ എന്താ MTSനെ കുറിച്ച് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് കാണും. കാരണം നമ്മുടെ ഒഫീഷ്യൽ കലണ്ടർ ഉണ്ടല്ലോ, SSCയുടെ ഒഫീഷ്യൽ കലണ്ടറിൽ, നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ്റെ കലണ്ടറിൽ ടെൻറ്റേറ്റീവ് കലണ്ടർ വന്ന സമയത്ത് നമ്മുടെ MTSന്റെ സമയം പറഞ്ഞത്, അതായത് MTSന്റെ അഡ്മിഷൻ ഓപ്പൺ ആവുന്ന ടൈം പറഞ്ഞിരുന്നത്, ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ടൈം എന്ന് പറയുന്നത് 7 മെയ് 2024 ആയിരുന്നു അവർ പറഞ്ഞിരുന്നത്. അതായത് മെയ് 7-നായിരുന്നു ആ ഒരു ടൈം അവർ പറഞ്ഞിരുന്നത്. മെയ് 7-നായിരുന്നു പറഞ്ഞത്. മെയ് 7, 2024 ചൊവ്വാഴ്ച വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതെന്തായിരിക്കാം? ഒരു 7 to 15 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഡേയ്സിനുള്ളിൽ ഉറപ്പായിട്ടും മെയ് 7 to 15 ഇടയ്ക്ക് ഉറപ്പായിട്ടും എന്താണ് MTSന്റെ ആപ്ലിക്കേഷൻസ് ഫോംസ് എന്തായാലും ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ എന്താണ് എക്സാം എന്ന് പറയുന്നത്? മൾട്ടി ടാസ്കിങ്, അതായത് നോൺ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെയും ഹവൽദാർ പോസ്റ്റിലേക്കും ഉള്ളതാണ് നമ്മുടെ MTS എന്ന് പറയുന്ന ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. എന്താണ്? ടയർ 1 CBE, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് നോക്കാം, നമ്മൾ വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും ഒന്നീ നമ്മളെന്താണ് 7 മെയ്യിൽ തന്നെ വരും, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും അതിൻ്റെ വാക്കൻസീസ് അലൗട്ട് ചെയ്ത് അതിൻ്റെ കൂടുതലുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നോട്ടിഫിക്കേഷൻ എന്തായാലും പബ്ലിഷ് ആവുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ഇതാ കണ്ടോ, SSC വിൽ റിലീസ് ദ SSC MTS നോട്ടിഫിക്കേഷൻ ഓൺ മെയ് 7 തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺ ദെയർ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇപ്പോഴത്തെ വെബ്സൈറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ssc.gov.in അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ഹു മീറ്റ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? 10th പാസ്, പിന്നെ ഏജ് ലിമിറ്റൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ 10th ക്വാളിഫൈ ആയ എല്ലാവർക്കും MTS എന്ന് പറഞ്ഞ ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതാണ് പറയുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഈ പോസ്റ്റൊക്കെ എന്ന് നിങ്ങൾക്ക് ഡൗട്ട്സ് കാണും അല്ലേ? SSC MTS വരുന്നത് എന്തൊക്കെ പോസ്റ്റിലാണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഹവൽദാർ പോസ്റ്റ് ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പോസ്റ്റാണ് MTS മൾട്ടി ടാസ്കിങ് അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ പോസ്റ്റാണ് രണ്ടാമത്തെ പോസ്റ്റ്. അപ്പോൾ അതെന്താണ്? SSC ഹവൽദാർ എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്? ഒരു വാച്ച്മാൻ അല്ലെങ്കിൽ ഒരു ഗാർഡിൻ്റെ ഡ്യൂട്ടീസാണ് ഗാർഡിൻ്റെ ഡ്യൂട്ടീസാണ് ആര് ചെയ്യുന്നത്? SSC ഹവൽദാർ വന്നിട്ടുള്ള പോസ്റ്റിൽ ചെയ്യുന്നത്. അതുപോലെ വാർഡ് ഡ്യൂട്ടീസാണ് അവരെന്ത് ചെയ്യുന്നത്? നമ്മൾ 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് പറഞ്ഞില്ലേ, CBICയും CBNും. നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലും കസ്റ്റംസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലുമാണ് ഈ ഒരു വാക്കൻസീസ് അവർ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വാച്ച്മാൻ അല്ലെങ്കിൽ ഗാർഡിൻ്റെ ഡ്യൂട്ടിയാണ്. വാർഡ് ഡ്യൂട്ടീസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? സെക്യൂരിറ്റി വർക്കായിരിക്കും. നമുക്ക് അവിടുത്തെ സെക്യൂരിറ്റി വർക്കായിരിക്കും, ബിൽഡിംഗ് അല്ലെങ്കിൽ യൂണിറ്റിന് വേണ്ടിയുള്ള സെക്യൂരിറ്റി വർക്കായിരിക്കും നമ്മൾ അവിടെ ചെയ്യുന്നത്. അതാണ് ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്.
അടുത്ത് നമുക്ക് MTS എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാലേ അറിയാലോ, വാച്ച്മാൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റ് ആണ് ശരിക്കും ഇതെന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് SSC MTSന്റെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, അതായത് നോൺ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ പോസ്റ്റാണ് വിളിക്കുന്നത്. അപ്പോൾ ആ നോൺ ടെക്നിക്കൽ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജനറൽ സെൻട്രൽ സർവീസിലെ ഗ്രൂപ്പ് C പോസ്റ്റുകളാണ്. എന്ത് പോസ്റ്റാണ്? ഗ്രൂപ്പ് C പോസ്റ്റാണ്. വളരെ നല്ല പോസ്റ്റിലേക്കാണ് ഈ MTS വിളിക്കുന്നത്. നോൺ ഗസറ്റഡ് ആണ്, പക്ഷേ നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റ് ഇൻ വേരിയസ് എവിടെയൊക്കെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും വിളിക്കുന്നുണ്ട് കേട്ടോ. ഓഫീസ്, അതായത് ഗവൺമെന്റ് ഒഫീഷ്യൽസിൻ്റെ കീഴിലുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും എന്തുണ്ട് MTS വാക്കൻസീസ് വിളിക്കാറുണ്ട്. പല എത്രയോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അതിലെല്ലാ പേർക്കും എന്താണ് വാക്കൻസീസ് അവരെന്തായാലും ലിസ്റ്റ് ചെയ്ത് വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അവർ ആ ഡിപ്പാർട്ട്മെന്റ്സ് ഡീറ്റെയിൽസ് ഒക്കെ ഉടനെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഗ്രൂപ്പ് C പോസ്റ്റാണ്. ഗ്രൂപ്പ് C പോസ്റ്റാണ്, നോൺ ഗസറ്റഡ് ആയിട്ടുള്ള നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റാണ്. അതുപോലെ തന്നെ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിൽ അവരെന്ത് വിളിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറീസിലും ഒക്കെ ഈ ഒരു പോസ്റ്റ് വേക്കൻസി വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് നോക്കാം അതെന്താണെന്ന്, എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. എന്തായാലും ഉടനെ തന്നെ പബ്ലിഷ് ആവുന്നതാണ് കേട്ടോ, നിങ്ങൾ ആരും പേടിക്കേണ്ട. ഇനി അടുത്ത അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്താണ്? നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് കാണും. എങ്ങനെയാണ് MTS ഒക്കെ ആദ്യമായിട്ട് എഴുതിയവരാണെങ്കിൽ പോലും ഒരുപാട് ഡൗട്ട്സ് ഇതിനെപ്പറ്റി. എക്സാംസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഡൗട്ട്സ് മാത്രമേ കൂടുതലും ഫോക്കസായി വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്വാളിഫിക്കേഷൻ ആണ്, സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷനിൽ വരുന്ന എന്താണ്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? 10th പാസ്സാണ്. 10th പാസ്. നമ്മൾ 10th പാസ്സായ എല്ലാവർക്കും എന്ത് ചെയ്യാം? ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഏജ് ലിമിറ്റ് എങ്ങനെയാണ് വരുന്നത്? MTSനാണെങ്കിൽ 18 to 25 years ആണ് പറയുന്നത്. MTSനാണെങ്കിൽ, അതായത് മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫിന് വേണ്ടിയാണെങ്കിൽ 18 to 25 years ആണ് പറയുന്നത്. ഹവൽദാർ പോസ്റ്റിനാണെങ്കിൽ 18 to 27 years വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൻ്റെ റിലാക്സേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പം നമുക്കറിയാം ഇത്രയും നാളത്തെ ബേസിസ് വെച്ച്, അതായത് ഇത്രയും നാൾ MTSന്റെ എക്സാമിനേഷൻ നടത്തിയതിൻ്റെ ഒരു പാറ്റേൺ ആണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മുടെ കലണ്ടർ അനുസരിച്ച് എക്സാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ, ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളിൽ ഇതിൻ്റെ കറക്റ്റ് നല്ല വിത്ത് പ്രൂഫ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൊണ്ട് തരുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ബേസിലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ ഉടനെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു എനർജി ഉണ്ടായി എടുക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വർഷം തന്നെ ഉറപ്പായിട്ടും ജോലിയിൽ കയറാനുള്ള അവസരങ്ങളാണ് വരുന്നത്. അത് നിങ്ങൾ എന്തായാലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഹവിൽദാർ ആണെങ്കിൽ 18 to 27 പറയുന്നു, MTS ആണെങ്കിൽ 18 to 25 പറയുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞാലും എന്തുണ്ട്, നമ്മുടെ ഏജ് റിലാക്സേഷൻ ഉറപ്പായിട്ട് കൊടുക്കും. ഏജ് റിലാക്സേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് വരുവാടാ? നമ്മുടെ SC STക്ക് ആയാലും OBCക്കും UR കാറ്റഗറിക്ക് നമുക്ക് ഈ ഒരു ബേസ് തന്നെയാണ്, ഈ ഒരു ബേസിൽ തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ SC STക്ക് ആണെങ്കിൽ എത്ര വർഷത്തിൻ്റെ? എല്ലാ വർഷവും വരുന്നത് 5 years ടൈമാണ്. 5 yearsന്റെ റിലാക്സേഷൻ കൊടുക്കാറുണ്ട്. OBC ആണെങ്കിൽ എത്രയുണ്ട്? 3 yearsന്റെ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. 3 years. അപ്പോൾ നിങ്ങളെല്ലാം ഈ ഒരു കാറ്റഗറിയാണ് വരുന്നതെങ്കിൽ എന്തായാലും ഇതിനേക്കാളും ഈ ഒരു 3 yearsന്റെ ആ ഒരു ഡിഫറൻസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്തായാലും വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. 30 years വരെ ഉള്ളവർക്ക് OBC കാറ്റഗറിയിലൊക്കെ വരുന്നവരായാലും SC STക്കായാലും എന്നാലും ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫിസിക്കൽ വരുന്നത്, ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ MTS പോസ്റ്റിൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ SSC MTS ഹവൽദാർ സെയിം എക്സാമിനേഷൻ ആണ് കേട്ടോ. എക്സാമിനേഷൻ സെയിം ലെവലിലാണ് നിൽക്കുന്നത്. അതായത് ഹവൽദാർ പോസ്റ്റിന് വേണ്ടിയും MTS പോസ്റ്റിന് വേണ്ടിയാണ് ഈ എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പോൾ അതിൽ MTS പക്ഷേ ഒരേ സെയിം പാറ്റേൺ ആണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ തന്നെയാണ് നടത്തുന്നത്. പക്ഷേ ഹവിൽദാർ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇച്ചിരി ഫിസിക്കൽ വർക്കാണ്. നിങ്ങൾക്ക് അറിയാലോ, സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റാണ്. അപ്പോൾ കുറച്ചൊന്ന് ഫിസിക്കലി അയാൾ എന്ത് ചെയ്തിരിക്കണം? സെറ്റ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് എന്തുണ്ട്? ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. പക്ഷേ അതെന്താണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് ഒരാൾ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു പോസ്റ്ററും അതിൻ്റേതായിട്ടുള്ള ഒരു ഫിസിക്കും നിങ്ങൾ കീപ്പ് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഒരു ഫിസിക്കൽ ടെസ്റ്റായിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? വാക്കിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. വാക്കിങ് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര റൗണ്ട് നിങ്ങൾ കറങ്ങിയത് അല്ലെങ്കിൽ വാക്ക് ചെയ്ത് തീരണം എന്നുള്ള, ഇത്ര കിലോമീറ്റർ വാക്ക് ചെയ്യണം എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വരുമ്പോൾ നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഫിസിക്കൽ നോർമലി എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന വാക്കിംഗ് ആണെന്ന് മാത്രം ഇപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്ത് വരുന്നത് ഹൈറ്റിൻ്റെ കാര്യമാണ്. ഹൈറ്റും
ഫീമെയിലിനും മെയിലിനും ഇതെല്ലാം മെയിലിനും ഫീമെയിലിനും ഉള്ള പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഹൈറ്റ് വരുന്നത് നോക്കിയേ, നോർമൽ എക്സാമിനേഷനെക്കാളും ഹൈറ്റ് കുറവായിട്ടല്ലേ പറയുന്ന മെയിലിന്. 157.5 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് മെയിലിന് പറയുന്നത്. ഇനി ഫീമെയിലിനാണെങ്കിൽ 152 സെൻറ്റിമീറ്റർ. ഇതിനും എന്താണ് റിലാക്സേഷൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ഹൈറ്റ് റിലാക്സേഷൻ കാസ്റ്റ് ബേസ് ആയിട്ട് വീണ്ടും OBC ആയിക്കോട്ടെ SC/ST ആയിക്കോട്ടെ വരാറുണ്ട്. അത് നമുക്ക് നോക്കാം പിന്നെയുള്ള ടൈമിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇത് നിങ്ങൾ എന്താണ് ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ മെയിലിൻ്റെത് 157.5, ഫീമെയിലിൻ്റെത് 152 സെൻറ്റിമീറ്ററുമാണ്. ഏജ് ഗ്രൂപ്പ് മനസ്സിലായി കാണും. ഏജ് റിലാക്സേഷൻ വരും, ഹൈറ്റ് റിലാക്സേഷൻ വരും. ഫിസിക്കൽ എന്താണ്, വാക്കിംഗ് ആണ്. എന്താണ് ഫിസിക്കൽ? വാക്കിംഗ് ആണ്. നമ്മൾ നടന്ന് ഒന്ന് കാണിച്ചാൽ മാത്രമേ നമ്മുടെ ഈ ഫിസിക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. നമ്മുടെ ബോഡി എന്താണ് ടയേർഡ് ആവാത്ത ബോഡിയാണ്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ബോഡിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ഇതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജസ് ആണ്. നമ്മൾ എന്തൊക്കെ സ്റ്റേജസ് കഴിയുമ്പോഴാണ് ഈ എക്സാം ക്വാളിഫൈ ആവാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ബാക്കിയുള്ള ഇപ്പോൾ SSCയുടെ എല്ലാ എക്സാമിനേഷൻ എടുത്ത് നോക്കിയാലും ടയർ 1 എക്സാമിനേഷൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ട്, ടയർ 2 എക്സാമിനേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ഫിസിക്കൽ ടെസ്റ്റ് കാണും, ചിലപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് കാണും, പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ടെസ്റ്റ് കാണും. അപ്പോൾ അങ്ങനെ ഒരുപാട് ടയേഴ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാം ക്വാളിഫൈ ആവുന്നത്. അപ്പം ടയറൊക്കെ ഇത്രയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ എന്താണ് MTS എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടയർ എക്സാമിനേഷനാണ്, 1 ടയർ എക്സാമിനേഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടെ നിങ്ങളെ അതിലോട്ട് എത്തിക്കാൻ വേണ്ടി ത്രില്ലടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഫസ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. CBE എക്സാമിനേഷൻ, ആ ഒരു എക്സാമിനേഷൻ റിട്ടൺ എക്സാമിനേഷൻ തന്നെയാണുള്ളത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അത് മാത്രം തന്നെയാണ് അപ്പോൾ ഉള്ളത്. പിന്നെ വരുന്ന ഈ PET എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ആർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ, ഹവിൽദാറിന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഹവൽദാർ ഒള്ളി. അതായത് ഹവൽദാറിനല്ലേ ആ ഒരു ഫിസിക്ക് വേണ്ടത്. അപ്പോൾ അവർക്ക് മാത്രമേ എന്തുള്ളൂ, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉള്ളൂ. MTSനാണ് നിങ്ങൾ ക്വാളിഫൈ ആയെങ്കിൽ എന്ത് വേണ്ട, നിങ്ങൾക്ക് അതായത് നോൺ ടെക്നിക്കൽ പോസ്റ്റിന് വേണ്ടി ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന് എന്ത് വേണ്ട, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വേണ്ട. അതായത് നിങ്ങൾ ഫസ്റ്റ് ടയർ 1 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തായി, ജോലി ആയെന്ന് തന്നെ നിങ്ങൾ മനസ്സിലങ്ങ് ഉറപ്പിച്ചോ. കാരണം അത് കഴിഞ്ഞ് എന്ത് മാത്രമേ ഉള്ളൂ, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനാണ് MTSന് പിന്നെ വരുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അതായത് ടയർ 1 പാസ്സായ എല്ലാവർക്കും ജോലി ആയെന്ന് തന്നെ നിങ്ങൾ മനസ്സിലങ്ങ് ഉറപ്പിച്ചോ. അതുപോലത്തെ അവസ്ഥയാണ്. ഹവിൽദാറിന് മാത്രം PET, അതായത് ഫിസിക്കൽ ടെസ്റ്റ് എന്ത് വരുന്നുണ്ട്, വാക്കിംഗ് വരുന്നുണ്ട്. വാക്കിംഗ് അതെന്ന് പറഞ്ഞാൽ ആർക്കായാലും നോർമൽ എല്ലാ പേർക്കും നടന്ന് എത്താൻ പറ്റുന്ന ദൂരം തന്നെയാണ് അവർ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിൽ എന്തായാലും കിട്ടാൻ ഒരുപാട് ചാൻസ് ആണുള്ളത്. അപ്പോൾ അതാണ് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് സിലബസ് ആണ്. എന്തൊക്കെ സിലബസ്? അപ്പോൾ ഇനി നിങ്ങൾ പറഞ്ഞു ഇത്രയും ഈസിയുള്ള എക്സാമിനേഷനാണ് ഇത്. ഇനി നിങ്ങൾ അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്, ഒരു ടയറേ ഉള്ളൂ. അപ്പോൾ ആ ടയർ പാടായിരിക്കുമോ ഈസി ആയിരിക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ കാണും. നമ്മുടെ എന്താണ് സിലബസ് അനുസരിച്ച് നോക്കാം നമുക്ക്. സിലബസ് നിങ്ങൾക്ക് ഈസിയുള്ള സബ്ജക്ട്സ് ആണോ വരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു മാർക്കിങ്ങും എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിലെന്താണ് കോൺഫിഡൻസ് ഉണ്ടാവും. ഉറപ്പായിട്ട് MTS നേടിയെടുക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് സിലബസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സെഷൻ 1, സെഷൻ 2 എന്ന് പറഞ്ഞാണ് നമ്മൾ എന്ത് വരുന്നത്, സിലബസ് വരുന്നത്. സെഷൻ 1 ആൻഡ് സെഷൻ 2 CBT സെയിം ഡേ ആണ് കേട്ടോ. ഒരു ഡേ തന്നെ 2 CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് നടക്കുന്നത്. സെഷൻ 1 CBTയും സെഷൻ 2 CBTയും എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. രണ്ട് സെഷനിലും എന്ത് തന്നെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. അതിൻ്റെ ടൈം എത്രയാടാ, 45 മിനിറ്റ് ഈച്ച് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് രണ്ടിനും എന്തുണ്ട്, 45 മിനിറ്റ്. അതായത് ഫസ്റ്റ് സെഷനും എന്തുണ്ട്, 45 മിനിറ്റ് ഉണ്ട്, സെക്കൻഡ് സെഷനും 45 മിനിറ്റ് ഉണ്ട്. ഇങ്ങനെയാണ് ആ ഒരു ടൈമിങ് പോകുന്നത്. അപ്പോൾ ഇത്രയും എക്സാമിനേഷൻ വിത്തൗട്ട് ബ്രേക്ക് ആണ് കേട്ടോ. ബ്രേക്ക് ഒന്നും ഇല്ലാണ്ട് തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു സെഷൻ 1 സെഷൻ 2 എന്ന് പറഞ്ഞ ഒരു രീതിയിൽ അതങ്ങ് നടന്നു പോകും. അപ്പോൾ സെഷൻ 1ലുള്ള സബ്ജക്ട്സ് ഏതാണെന്ന് നോക്കിയേ. ഇതേ കണ്ടോ, മാത്സും റീസണിങ്ങും. എത്ര മാർക്കിനാണ് വരുന്നത്, 120 മാർക്കിനാണ് സെഷൻ 1 വരുന്നത്. മാത്സും റീസണിങ്ങും ആണ് സെഷൻ 1 ആയിട്ട് വരുന്നത്. ഇനി സെഷൻ 2 നോക്കിയേ, ജനറൽ അവയർനെസ് ആൻഡ് ഇംഗ്ലീഷ്. അത് എത്ര മാർക്കിനാണ് വരുന്നത്, 150 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ എക്സാമിനേഷനെ പോലെയല്ല. ഇവിടെ എന്താണ്, ഇംഗ്ലീഷിനും GKക്കും വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. ഇംഗ്ലീഷും GKക്കും ഉള്ള പ്രാധാന്യം ഇവിടെ ഒരുപാടാണ് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. GKയും അതുപോലെ തന്നെ ഇംഗ്ലീഷും നല്ലപോലെ അറിയുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, MTS ഒരു പെട്ടെന്ന് ഈസി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് അവിടെ വരുന്നത്.
അപ്പോൾ സെഷൻ 1 മാത്സ് റീസണിങ് 120 മാർക്കാണെങ്കിലും ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതായത് മാത്സിനും നമ്മുടെ റീസണിങ്ങിനും എന്താണ് ക്വാളിഫയിങ് മാർക്സ് മാത്രം മതി. അതായത് സെഷൻ 1നെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കില്ല നിങ്ങളുടെ ഫൈനൽ എക്സാമിനേഷൻ സ്കോർ വരുന്നത്. അത് ക്വാളിഫൈ ആവണം. സെഷൻ 1 നിങ്ങൾ എന്ത് ചെയ്യണം, ക്വാളിഫൈ ആവണം എന്നൊരു ഗ്യാരണ്ടി മാത്രമേ ഉള്ളൂ. ഇത്ര മാർക്കല്ല, അവർ പറയുന്ന ആ മാർക്കിൻ്റെ എബോവ് മാർക്സ് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം. പക്ഷേ സെഷൻ 2 ആണ് അവിടെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സെഷൻ 2 നല്ല ഒരു മാർക്കോടെ അവർ പറയുന്ന കറക്റ്റ് രീതിക്ക് നിങ്ങൾ ജയിച്ചാൽ മാത്രമേ ഇതെന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് പ്രോപ്പർലി നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക 45 മിനിറ്റ് വെച്ചാണ് 2 ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാർക്സ് എന്ന് പറഞ്ഞാൽ സെഷൻ 1ൻ്റെ മാർക്ക് 120 മാർക്ക്. അതിൽ ഇത്ര ഒരു മാർക്ക് പറഞ്ഞിരിക്കും, അത് ക്വാളിഫൈ ആവണം നിങ്ങൾ. അത് നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വരുമ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതെന്താ ഇംഗ്ലീഷിനും ജി കെക്കും കൂടെ 150 മാർക്കാണ് പറയുന്നത്. 150 മാർക്കാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കിക്കോ. ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എത്രയാണ്? 90 ക്വസ്റ്റ്യൻസ് ആണ്. 90 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കാണുന്നുണ്ടായിരിക്കും 90 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. 90 ക്വസ്റ്റ്യൻസ് ആണ്. 45 മിനിറ്റ് വെച്ചിട്ട് ഈ 90 ക്വസ്റ്റ്യൻസ് ആണ് 2 സെക്ഷനിലും കൂടെ അറ്റൻഡ് ചെയ്യാനുള്ളത്. അതിൻ്റെ മാർക്സ് എത്രയാണ്? 270. നമ്മൾ പറഞ്ഞില്ലേ 120 പ്ലസ് 150, ഇത്ര 2 സെഷനും കൂടെ. ഇത് സെഷൻ 1, ഇത് സെഷൻ 2, 2 സെഷനും കൂടെ 120 150 വെച്ച് 270 മാർക്കാണ് ടോട്ടൽ മാർക്സ്. 270 മാർക്സ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ടോട്ടലി നിങ്ങൾക്ക് കിട്ടാനുള്ളത്. അതിൽ എത്ര ക്വസ്റ്റ്യൻസാണ് ഉള്ളത്? 90 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതായത് എത്ര മാർക്ക് വെച്ചായിരിക്കും അപ്പം 90 270 കിട്ടണമെങ്കിൽ എത്രയാണടാ? 3 വെച്ചല്ലേ? 3 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ് വരുന്നത്. അതിൽ പേപ്പർ 1ൽ, അതായത് നമ്മുടെ സെഷൻ 1 ആയിട്ടുള്ള നമ്മുടെ മാത്സിനും റീസണിങ്ങിനും എന്തില്ല? നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. സെഷൻ 1ന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ എന്ത് മതി, നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്ക് മാത്രം മതി. നമ്മുടെ മാർക്കിൻ്റെ അടിസ്ഥാനം എവിടെയാണ് ഇരിക്കുന്നത്? പേപ്പർ 2, അതായത് സെഷൻ 2 ആയിട്ടുള്ള ഇംഗ്ലീഷിലും ജി കെയിലും ആയിരിക്കുന്നത്. അവിടെ എത്രയുണ്ട്? 1 മാർക്ക് വെച്ച് റിഡക്ഷൻ ഉണ്ട്. അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സെഷൻ എന്തില്ല? നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. പക്ഷേ സെക്കൻഡ് സെഷനിൽ എന്തുണ്ട്? നെഗറ്റീവ് ഉണ്ട്. അതാണ് അവിടുത്തെ ആ ഒരു എന്താണ് ബാക്കി എക്സാമിനെക്കാളും ഇവർക്ക് വരുന്ന ആ ഒരു മാറ്റം എന്ന് പറയുന്നത്. മാത്രമല്ല എത്ര മാർക്കാ? ഒരു ആൻസർ ശരിയായ 3 മാർക്ക് വെച്ചാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 90 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. എത്ര മാർക്കാ? 3 മാർക്ക് വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ എത്രയാണ്? 270-നാണ് നിങ്ങളുടെ മാർക്കിങ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് അവൻ്റെ ഒരു ബേസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കുറച്ച് കാര്യം. ഇതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരെ തന്നെ ചെയ്യണം. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബേസ് ആയിട്ട് നിങ്ങൾ ഒരു കണ്ടന്റ് എന്ന നിലയിൽ നിങ്ങൾ MTS എന്താണെന്ന് ഒരു ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ഇത് പ്രോപ്പർലി മനസ്സിലാക്കണം. കാരണം എന്താ, MTS എന്ന് പറഞ്ഞ ഒരു എക്സാമിനേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ജി കെയും ഇംഗ്ലീഷും ഒക്കെ പ്രോപ്പർലി അറിയുന്ന ഒരാൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രാക്ക് ചെയ്യാനും ഈസി ആയിട്ട് 10th ലെവലിലുള്ള ഒരു എക്സാമിനേഷൻ കൂടെയാണ്. അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനും പറ്റുന്ന ഒരു എക്സാമിനേഷനാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് MTSനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും എന്താണ് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉറപ്പായിട്ടും വരുന്നതാണ് യഥാർത്ഥ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു.